Respected cardamom planters, இப்போ ഹെവി റെയിൻ, കണ്ടിന്യൂസ് റെയിൻ അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഏലത്തിൻ്റെ മെയിൻ പ്രശ്നം കൊണ്ടുവരുന്ന വിഷയം പിത്തിയം ഫംഗസ്, തട്ടമരിച്ചൽ. ഈ പിത്തിയം റൂട്ട് റോട്ട് ഫംഗസിൻ്റെ ഗുണം മഴ കൂടുമ്പോൾ, ഈ വെള്ളം കൂടുതൽ മണ്ണിൽ ചേരുമ്പോൾ ഈ പിത്തിയം ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ ജാസ്തിയാകും. ഈ മണ്ണിൽ നേച്ചുറലായിട്ട് ഒവ്വൊരു നന്മ ചെയ്യக்கூடிய ഫംഗസും കേട് ചെയ്യുന്ന ഫംഗസും ജീവിക്കും. ബട്ട് നമുക്ക് കൂടുതൽ മഴ കിട്ടുമ്പോൾ മണ്ണിൻ്റെ pH കുറയുമ്പോൾ, ഉദാഹരണം ഈ 4.5 തൊട്ട് 5.5, 6, 6.8 വരെ കൂടെ നല്ല പക്ക കാസറ്റിംഗ് ഉണ്ടാകുന്ന ഏലത്തിൻ്റെ മൺ அமைப்பு. ബട്ട് ഈ മഴ കൂടുമ്പോൾ മണ്ണിൽ വാട്ടർ ജാസ്തി ആകുമ്പോൾ ഈ pH 4.5, 4, 3.5 അങ്ങനെ ഉണ്ടാകും. ആ സമയത്ത് മണ്ണിൽ ജീവിക്കുന്ന ഈ പിത്തിയം ഫംഗസ്, ഈ റൂട്ട് റോട്ട് ഉണ്ടാക്കുന്ന ഈ ഫംഗസ് കൂടുതൽ റീപ്രൊഡക്ഷൻ ആകും. അപ്പോൾ നന്മ ചെയ്യக்கூடிய ഫംഗസ് വന്നിട്ട് നമ്മൾക്ക് മണ്ണിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഡാർമൻസി പീരിയഡ്ക്ക് മാറും. അപ്പോൾ ഈ കേട് ചെയ്യുന്ന ഈ പിത്തിയം ഫംഗസ് കൂടുതൽ റീപ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മുടെ വേർ അഴുകം, വേരെ കളിച്ച് വളരും. അപ്പോൾ ഈ പിത്തിയം റൂട്ട് റോട്ട് ഫംഗസை കൊല്ലാനായിട്ട് ബെസ്റ്റ് മെഡിസിൻ ആയിട്ട് ഉള്ള സാധനം തുരിശ്, കോപ്പർ സൾഫേറ്റ് പ്ലസ് ലൈം പൗഡർ ചേർന്ന് ഉണ്ടാക്കുന്ന ഈ ബോഡോ ബെസ്റ്റ് റിസൾട്ടായിട്ട് ഉണ്ടായിരുന്നു. അത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. ബട്ട് ഈ കൊല്ലം നമുക്ക് ജാസ്തി മഴ, ഭയങ്കര മഴ. അപ്പോൾ എന്നാ തുരുസ് റെഡിയാക്കി നമുക്ക് പക്ക റെഡിയാക്കിയിട്ട് അടിച്ചാലും കൂടുതൽ മഴ കൊണ്ട് ഈ തുരിശിൻ്റെ പവർ ഒരാഴ്ചയ്ക്ക് കൂടെ നിൽക്കുന്നില്ല. പിന്നെ വീണ്ടും അഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പിത്തിയം ഫംഗസ് ആദ്യം റൂട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ റൂട്ട് വഴിയായിട്ട് തണ്ട് വരെ കയറും. അപ്പോൾ ഈ കിഴങ്ങ് ഡാമേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കിഴങ്ങിലിരുന്ന് വരുന്ന ഈ 3 ചർമ്മം ചേർന്ന് മൊത്തത്തിൽ അഴുകി തട്ടമരിയും. അപ്പോൾ ഇത് ആ തട്ടമരിഞ്ഞ അടുത്ത ചിമ്പ്, നല്ല ചിമ്പുക്ക് ഈ പിത്തിയം ഫംഗസ് മാറും. അപ്പോൾ അതും കൂടെ കളിച്ചിട്ട് അടുത്തടുത്ത ആ ചെടി മൊത്തം പോകും. இதுதான் இதோடைய கேரக்டர். ഇത് എങ്ങനെ പറവും? ഇത് വെള്ളം മൂലമായിട്ട് പറവും. അപ്പോൾ ഒരു മണ്ണിലുള്ള നീർ അടുത്ത ചെടിക്ക് ആ നീർ മാറുമ്പോൾ അത് മൂലമായിട്ട് ഈ ഫംഗസ് പറവും. പിന്നെ അടുത്ത് സോയിൽ, ഈ സോയിൽ മൂലമായിട്ട് നമുക്ക് വന്നിട്ടും കൂടെ ഈ ഡിസീസ് വന്നിട്ട് സ്പ്രെഡ് ആകും. സോ ഇത് കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് മരുന്ന് നമുക്ക് ബോഡോ. ഈ ബോഡോ അടിച്ചും കൂടെ നമുക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കൊല്ലം എല്ലാ ആൾക്കാരും ബോഡോ അടിച്ചിട്ട് കൺട്രോൾ കിട്ടിയിട്ടില്ലെന്ന് ഓർത്ത് അടുത്ത് ഈ ഹെക്സാഹോനസോൾ, COC, മെറ്റാലാക്സിൽ, ഇൻഫിനിറ്റോ ഇതുപോലെ സിസ്റ്റമിക് ഫംഗിസൈഡ് നിറയെ ഉപയോഗിച്ചും കൂടെ ഈ കൺട്രോൾ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ഈ സിസ്റ്റമിക് എന്ന് പറയുന്നത് മണ്ണിൽ ഒളിക്കുമ്പോൾ ഇല്ല സ്പ്രേ ചെയ്യുമ്പോൾ ഇത് സിസ്റ്റമിക്കായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് കാണിക്കാനായിട്ട് സമയം വേണം, കുറച്ച് സമയം വേണം. ഒരു 2 മണിക്കൂർ, 3 മണിക്കൂറിൽ ഒരു ദിവസം, അതുപോലെ സമയം കിട്ടിയാൽ ഈ സിസ്റ്റമിക്കിൻ്റെ വർക്ക് നടക്കും. അങ്ങനെ ആ സമയം നമുക്ക് ഈ കൊല്ലം കിട്ടിയിട്ടില്ല. കണ്ടിന്യൂസ് റെയിൻ. അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റമിക്കായിട്ട് അടിച്ചാലും കൂടെ പുറയിലെ മഴ കിട്ടുന്നത് കൊണ്ട് ഈ കെമിക്കൽ നമുക്ക് സീറോ, ഈ കെമിക്കലിൻ്റെ റിസൾട്ട് 0 ആയി. അതില്ലാതെ ഈ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം മണ്ണിലുള്ള നന്മ ചെയ്യக்கூடிய ഫംഗസും ചേർന്ന് മരിയും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മണ്ണിൽ റെസിസ്റ്റൻ്റ്, ചെടിയുടെ റെസിസ്റ്റൻറ്റും കൂടെ കുറഞ്ഞു പോയിടും. ഇതുപോലെ കെമിക്കൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ നമുക്ക് കിട്ടത്തില്ല. അതോട് നന്മ ചെയ്യக்கூடிய ഫംഗസും കൂടെ മരിയും. സോ ഈ കെമിക്കൽ யாரும் ഉപയോഗിക്കരുത്. വേസ്റ്റ്, പൈസ കളയരുത്, സമയം കളയരുത്. കാപ്പർ സൾഫേറ്റ് ഉപയോഗിച്ച ബെസ്റ്റ് റിസൾട്ട്. ബട്ട് കാപ്പർ സൾഫേറ്റ് വന്നിട്ട് നമുക്ക് കോണ്ടാക്ട്, ഈ കോണ്ടാക്ട് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അങ്ങനെ കൺട്രോൾ കിട്ടും. അതുകൂടെ ഈ വർഷം കിട്ടത്തില്ല.
കാരണം പുറയിலேயே റെയിൻ. ആ റെയിനിൽ സിക്കാതെ കറക്റ്റ് മഴയില്ലാത്ത ദിവസം അടിച്ച ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് ഒരു 15 ദിവസം കഴിച്ച് സെക്കൻഡ് തുരിശ് ചെയ്ത ആർക്കും പിന്നെ അടുത്ത തേർഡ് ഒരു മൂന്നാമത് തുരിശ് കൂടെ പോയ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം പക്ക റിസൾട്ട്. മാക്സിമം ഒരു ഏക്കർക്ക് 5-10 ചെടി 4-5 തട്ട മരിച്ചാൽ മാത്രമേ ഉള്ളൂ. ഈ സിസ്റ്റമിക് വഴി വന്നവർക്ക് കംപ്ലീറ്റ് മൊത്തം അഴുകി. അപ്പോൾ അഴുകുന്നത് മാത്രം അല്ലാതെ ഈ ഡ്രോപ്പിങ്, ഈ കേടുള്ള ഇതുപോലെ നമുക്ക് നന്മ ചെയ്യக்கூடிய ബാക്ടീരിയവും ചേർന്ന് ഫംഗസും ചേർന്ന് കൊള്ളുന്ന ഈ സാധനം സിസ്റ്റമിക് ഉപയോഗിക്കുമ്പോൾ ഡ്രോപ്പിംഗ് ആവുന്നുണ്ട്, ഫ്ലവറിങ് എടുക്കുന്നില്ല. അപ്പോൾ കാ പൊളിച്ചൽ മൊത്തം ഭയങ്കര ഡാമേജാണ്. സോ ഇതുപോലെ ഒരു കെമിക്കൽ ഉപയോഗിക്കരുത്. തുരിശ് ഉപയോഗിച്ച ആൾക്കാർക്ക് മണ്ണിൻ്റെ ഗുണമാവത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് ഞാൻ ഒരു ട്രയൽ ചെയ്തായിരുന്നു. ആ ട്രയൽ ചെയ്തിട്ട് ഇത്ര ദിവസമായി 2-3 പ്രാവശ്യം ട്രയൽ പല ഇടത്തെ ചെയ്തിട്ട് ഞാൻ റിസൾട്ട് എടുത്തതിൻ്റെ വിവരം ഇപ്പോൾ ഞാൻ പറയാൻ പോവാം. മീറ്റ് എന്ന് പറഞ്ഞ ഒരു പൗഡർ, ഈ പൗഡർ റെസിനോലിക് ആസിഡ് എൻറീച്ച്ഡ് ചെയ്തത്. നമ്മുടെ കാമനക്ക് കാസ്റ്ററിൻ്റെ ഓയിൽ എൻറീച്ച് ചെയ്ത പക്ക ഓർഗാനിക് പൗഡർ. ഈ പൗഡർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പിത്തിയം ഉണ്ടാക്കുന്ന ഈ ഡിസീസ് വരുന്ന സ്പോർസ്, ഈ ജീവികൾ, ഈ കേട് ചെയ്യുന്ന ബാക്ടീരിയയുടെ ഈ സ്പോർസ് മൊത്തം കൺട്രോൾ കിട്ടുന്നുണ്ട്. തട്ടമറിച്ചൽ കണ്ട ചെടിക്ക് ഇത് ഒളിക്കുമ്പോൾ 1 സിമ്പ് 2 സിമ്പുക്ക് മുകളിലെ അളിയിട്ടില്ല. അങ്ങനെ ആ 1 സിമ്പ് 2 സിമ്പോടെ കൺട്രോൾ മാത്രം അല്ലാതെ കാ പൊളിച്ചലേ ഇല്ല. ഭയങ്കര ഫ്ലവറിങ് എടുത്തിട്ട് പക്ക പിഞ്ച് സെറ്റിങ്ങും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തട്ടമറിച്ചൽ വരാതെ ഫീൽഡിൽ ഇത് ഒളിക്കുമ്പോൾ 1 ചിമ്പ് അളിയിട്ടില്ല. ഭയങ്കര റിസൾട്ട് ഉണ്ട്. ഈ മീറ്റ് എന്ന് പറഞ്ഞ മാരുതി ലബോറട്ടറി, ഈ മെനറ്റോഡ് ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ മീറ്റ് അടിപൊളി സാധനം. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ പിത്തിയം ഭയങ്കര കൺട്രോൾ കിട്ടിയിട്ട് പക്ക റിസൾട്ടും കൂടെ. അതോട് ഈ മീറ്റിൻ്റെ റിസൾട്ട് നല്ല കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഫിസേരിയം കൺട്രോൾ, ഈ ഫ്രൂട്ട് ഡ്രോപ്പിങ്, മഞ്ചപ്പിഞ്ച് മൊത്തം കൺട്രോൾ, ഭയങ്കര ഫ്ലവറിങ് എടുക്കുന്നുണ്ട്, ഡിസീസും കൺട്രോൾ ആകുന്നുണ്ട്. സോ ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ച് ഈ പിത്തിയം ഫംഗസിലിരുന്ന് രക്ഷപ്പെടുക. ആൻഡ് ഈ പിത്തിയം ഫംഗസ് വരുന്ന കാരണം വേര് കുറവുള്ള ഫീൽഡ്, നെമറ്റോഡും മീലിബഗും വേരുപുളുവും അട്ടാക്കാന ആ വേര് കുറവുള്ള ഫീൽഡിൽ ഈ കൂടുതൽ ഈ പിത്തിയം ഫംഗസ് ഉണ്ടാകുന്നുണ്ട്. പല ആൾക്കാർക്ക്, വേരുള്ള ആൾക്കാർക്ക് ഈ തുരിശ് അടിച്ചാൽ കൺട്രോൾ കിട്ടിയിടും. വേരില്ലാത്ത ആൾക്കാർക്ക് സിസ്റ്റമിക് ആയിട്ട് കൊടുത്താലും കൺട്രോൾ കിട്ടത്തില്ല. ബട്ട് നിങ്ങൾ വേരുണ്ടാക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഈ മെനറ്റോഡ്, ഈ റാഫൽ, ഈ മെനറ്റോഡ് എന്ന് പറയുന്നത് വേർപുളു, നെമറ്റോഡ് ആൻഡ് മീലിബഗ് കൺട്രോൾ ചെയ്യുന്ന സാധനവും ഈ വാം പൗഡർ, അൾജിനിക് ആസിഡോടെ ചേർന്ന് ഈ വാം പൗഡർ ഉള്ള ഈ റാഫൽ സാധനം ചേർത്ത് ഉപയോഗിച്ച് കൂടുതൽ വേരുണ്ടാക്കണം. ചെടിക്ക് റെസിസ്റ്റൻ്റ് കൂടുതൽ കൊടുക്കണം. അതുപോലെ ചെയ്ത് നിങ്ങൾ ഈ പിത്തിയും വരാതെ നോക്കണം. സോ നിങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യ വേണ്ടിയത് ഈ മീറ്റ് സാധനം മേടിച്ച്, ഈ മീറ്റ് വന്നിട്ട് 400 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെ 200 ലിറ്റർ നീരിൽ അളുക്കി നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്പ്രേ മാത്രം, ഇല തൊട്ട് തണ്ട് തൊട്ട് ഈ ചരം വരെ കിഴങ്ങ് വരെ നല്ല കുളിപ്പിച്ച് ഒരു സ്പ്രേ ചെയ്ത് പോകുമ്പോൾ തട്ടമറിച്ചലുള്ള ചെടിക്ക് കൂടുതൽ കുളിപ്പിച്ച് അടിച്ചു മാറിയാൽ മതി. ഫിസേരിയം കൺട്രോൾ, ഈ പിത്തിയം ഫംഗസ് കൺട്രോൾ, മഞ്ഞപ്പിഞ്ച് കൺട്രോൾ, ഫുൾ പിഞ്ച് സെറ്റാകുന്നുണ്ട്. സോ ഈ മീറ്റ് സാധനം നിങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുക. എല്ലോരും രക്ഷപ്പെട്ട് ഈ അളുകൾ, ഈ പിത്തിയം ഫംഗസിലിരുന്ന് വിടുപെട്ട് അളുകളിലിരുന്ന് രക്ഷിക്കണമെന്ന് ഓർത്ത് ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു.